നമസ്കാരം. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും സുഖവും ദുഃഖവുമുണ്ട്, ഉയർച്ചയും താഴ്ചയുമുണ്ട്, ദാരിദ്ര്യവും സമ്പന്നതയുമുണ്ട്. രാജ്യത്തെ തന്നെ രാഷ്ട്രീയക്കാരുടെ കാര്യമെടുത്താൽ ഏറ്റവും ഭാഗ്യമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ പിണറായി വിജയനായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം കേരളത്തിൽ തന്നെ ആദ്യമായി 10 വർഷം തുടർച്ചയായി ഭരിക്കാൻ കഴിഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ജനങ്ങൾക്ക് വിരുദ്ധാഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർക്കൊക്കെ ജനങ്ങളോട് എങ്ങനെ ചേർന്ന് നിൽക്കണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ അറിയാമായിരുന്നു. പക്ഷേ പിണറായി വിജയന് ഇതിനെക്കുറിച്ചുള്ള യാതൊരു ധാരണയുമില്ലായിരുന്നു. അധികാരം കയ്യിൽ കിട്ടിയതോടെ അതെങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കാം, എന്തൊക്കെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കാം എന്നുള്ളതിൽ വ്യാപൃതനായിരുന്നു പിണറായി വിജയൻ. പിണറായി വിജയൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ചെറുമകനും അടക്കമുള്ളവർ, ആ കുടുംബം മുഴുവൻ ഒരു അധികാരത്തിൻ്റെ ലഹരി ആസ്വദിച്ചു. മിക്കവാറുമുള്ള വിദേശ രാജ്യ സന്ദർശനത്തിന് പിണറായി വിജയൻ്റെ ഭാര്യയും മകളും ചെറുമകനും ഒപ്പം കൂടിയിരുന്നു. തിരികെ വന്നതാകട്ടെ ദുബായ് വഴി. ദുബായിലാണല്ലോ അദ്ദേഹത്തിൻ്റെ മകനും മരുമകളും ഒക്കെയുള്ളത്. 2018 പിണറായി വിജയൻ തൻ്റെ ചികിത്സയ്ക്കായി, അങ്ങനെ ചികിത്സയ്ക്കെന്ന പേരിൽ അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് പോകുന്നത്. അതിനുശേഷം അദ്ദേഹം മടങ്ങി വന്നതിന് ശേഷം പറഞ്ഞത് ഇനി ഇടയ്ക്കിടയ്ക്ക് തുടർ പരിശോധനയ്ക്ക് പോകണം എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം പോയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നീട് പിണറായി വിജയനെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായി. സ്പ്രിംഗ്ലർ, സ്വർണ്ണക്കടത്ത്, മൊബിലിറ്റി, അങ്ങനെ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ, 2021 തെരഞ്ഞെടുപ്പിൽ തൻ്റെ മകളുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിനെ ജയിക്കുമെന്നുറപ്പുള്ള ഒരു മണ്ഡലത്തിൽ നിർത്തി, ബേപ്പൂരിൽ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുത്തു. എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനവും കൊടുത്തു. അതും 2 പണം വാരി വകുപ്പുകൾ, പൊതുമരാമത്തും ടൂറിസവും. അങ്ങനെ പിണറായി വിജയൻ്റെ ഔദ്യോഗിക വീട്ടുവളപ്പിൽ തന്നെ മകളും മകനുമൊക്കെ ജീവിച്ചു. അപ്പോൾ ഇത്രയധികം ഭാഗ്യം മറ്റാർക്കാണുള്ളത്? പക്ഷേ ഇത്രയധികം ഭാഗ്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പിണറായി വിജയന് മനുഷ്യരോട് പെരുമാറാൻ അറിയില്ലായിരുന്നു. അതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു വേദിയിൽ വെച്ച് ഒരു പാവപ്പെട്ട സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവരെ ആട്ടിപ്പായിച്ചത് നമ്മൾ കണ്ടതാണ്. ഒരു പെൺകുട്ടി സാനിറ്റൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോയപ്പോൾ കൈതട്ടി മാറ്റിയത് നമ്മൾ കണ്ടതാണ്. മൈക്ക് വലിച്ചൊടിച്ചത് നമ്മൾ കണ്ടതാണ്. മൈക്കിന് ഒരു ശബ്ദ വ്യത്യാസം വന്നു എന്ന് പറഞ്ഞ് മൈക്ക് ഓപ്പറേറ്റർക്കെതിരെ കേസെടുക്കുകയും മൈക്ക് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഒടുവിൽ നവകേരള സർക്കിട്ട് നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും അംഗരക്ഷകനും ചേർന്ന് തല്ലിച്ചതച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് അതിന് രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ചതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ പിണറായി വിജയൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് കൂടുതൽ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. 2026 നടന്ന തെരഞ്ഞെടുപ്പിലും പിണറായി വിജയന് ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നാലും 1-2 സീറ്റുകളുടെ ഭൂരിപക്ഷമായിരുന്നാലും കിട്ടി, തങ്ങൾ ജയിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലായിരുന്നു പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ ജനങ്ങളെ വെല്ലുവിളിക്കാനൊന്നും അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഭൂരിപക്ഷം കുറച്ച് കുറയും, പക്ഷേ അധികാരത്തിൽ ഞാൻ തന്നെ വരും. പൊതുഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പിണറായി വിജയൻ തൻ്റെ മുഖം പതിപ്പിച്ച ഹോർഡിങ്ങുകൾ സ്ഥാപിച്ചത്. ഇങ്ങനെ ഹോർഡിങ്ങുകളൊക്കെ സ്ഥാപിക്കുമ്പോൾ പിണറായി വിജയൻ കരുതിയത് തന്നെ ജനങ്ങൾ ഓർക്കുമെന്നും ജനങ്ങളൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിക്കും എന്നുള്ളതാണ്. പക്ഷേ തിരിച്ചാണ് സംഭവിച്ചത്. ഈ മുഖം കണ്ടപ്പോൾ ജനങ്ങൾക്ക് പിണറായി വിജയൻ ചെയ്ത കൊള്ളരുതായ്മകളും അഴിമതികളുമൊക്കെയാണ് ഓർമ്മ വന്നത്. എന്നു മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ്, ഈ ക്ലിഫ് ഹൗസ് 2 നിലയാണ്. 1-ാം നിലയിൽ നിന്ന് 2-ാം നിലയിലേക്ക് കയറാനായി 25.5 ലക്ഷം രൂപ കൊടുത്താണ് പിണറായി വിജയൻ ഒരു ലിഫ്റ്റ് പിടിപ്പിച്ചത്. അത് പിടിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. എന്തായാലും അന്ന് മാധ്യമങ്ങളിൽ അത് വലിയ വാർത്തയായതാണ്. 4.5 ലക്ഷം രൂപയുടെ ചാണകക്കുഴി. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, ഒരു ചാണകക്കുഴിക്ക് 4.5 ലക്ഷം രൂപ ചിലവാക്കിയെന്നറിയുമ്പോൾ ഈ മുഖ്യമന്ത്രി എത്രത്തോളം ധൂർത്തനായിരുന്നു എന്ന്. ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം നവീകരിച്ചതിന് ലക്ഷങ്ങൾ പല തവണയായിട്ട്. പശുത്തൊഴുത്ത് കിട്ടിയതിന് 8.5 ലക്ഷം രൂപ. മുഖ്യമന്ത്രിയുടെ കിയ കാർണിവൽ വാങ്ങിയതിന് 33,33,000 രൂപ. അതൊരു ഇന്നോവ ക്രിസ്റ്റ ഉണ്ടായിരിക്കുമ്പോഴാണ് ആ ഇന്നോവ ക്രിസ്റ്റ വാങ്ങി 6 മാസം കഴിയുമ്പോഴേക്കും വീണ്ടും ഈ ഇത്രയധികം തുക മുടക്കി കിയ കാർണിവൽ കൂടി വാങ്ങിയത്. പിന്നെ മുഖ്യമന്ത്രിക്ക് പറക്കാനെന്ന പേരിൽ പോലീസിൻ്റെ ആവശ്യത്തിനെന്ന് പറഞ്ഞ് ഒരു ഹെലികോപ്റ്റർ, ഒരൊറ്റ വർഷം ആ ഹെലികോപ്റ്ററിന് കൊടുത്ത വാടക 22.5 കോടി രൂപയാണ്. അതിനുശേഷം 3 വർഷത്തേക്ക് പ്രതിമാസം 85 ലക്ഷം രൂപ വെച്ച് വീണ്ടും ഒരു ഹെലികോപ്റ്റർ എടുത്ത് വാടകയ്ക്ക് ഇട്ടു പിണറായി വിജയൻ. നവകേരള സർക്കിട്ട്, ഈ നവകേരള സർക്കിട്ട് നടത്തുന്നതിനായി പിണറായി വിജയനും കൂട്ടർക്കും സഞ്ചരിക്കാനായി പൊതുഖജനാവിൽ നിന്ന് 1,05,00,000 രൂപ മുടക്കിയാണ് ഒരു ബസ് വാങ്ങിയത് പിണറായി വിജയൻ, ബസ് നിർമ്മിച്ചത്.
പിണറായി വിജയന് ഫ്രണ്ടിലിരുന്ന് കറങ്ങുന്ന കസേര 1,65,000 രൂപ, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അടുത്ത 3-ാം വട്ടവും അധികാരത്തിൽ വരുമെന്ന് അങ്ങനെ വളരെ ഒരു ദിവാസ്വപ്നമൊക്കെ കണ്ടിരുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് വന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എല്ലാ പ്രതീക്ഷകളെയും അട്ടിമറിച്ചുകൊണ്ട് UDF മൃഗീയ ഭൂരിപക്ഷം നേടി. 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ പിണറായി വിജയൻ്റെ മകൾ പ്രതിയായ മാസപ്പടി കേസ് വന്നിരുന്നു. ആ മാസപ്പടി കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CMRL ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. ഡൽഹി ഹൈക്കോടതി 25 തവണയിലേറെയാണ് ആ കേസ് മാറ്റിവെച്ചത്. പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ കേസ് 48 തവണയിലേറെയായി സുപ്രീം കോടതിയിൽ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അധികാരം കയ്യിലുള്ള പിണറായി വിജയൻ അതിശക്തനായിരുന്നു. എന്തിനേയും മാറ്റിമറിക്കാനും ഒക്കെ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ മറിഞ്ഞത്. അധികാരം നഷ്ടപ്പെട്ട ദിവസങ്ങൾക്കുള്ളിൽ പിണറായി വിജയൻ്റെ വാടക വീട്ടിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തി ആ ദിവസമാണ് ആ ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ചത്. അത് പിണറായി വിജയന് വലിയ തിരിച്ചടിയായി. അതിനുശേഷം EDയുടെ നീക്കങ്ങളൊക്കെ ദ്രുതഗതിയിലായിരുന്നു. പിണറായി വിജയൻ്റെ മകൾക്ക് വെള്ളിയാഴ്ച ഹാജരാകാനായി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പിണറായി വിജയനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്ന് മാത്രമല്ല, സർക്കാരുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും പിണറായി വിജയന് തിരിച്ചടിയാണ്. പിണറായി വിജയൻ നടപ്പിലാക്കി കൊടുക്കാത്ത പല പദ്ധതികളുമുണ്ട്. അത് ആശാവർക്കർമാരുടെ വേതന വർധനവ്, അത് മാസങ്ങളോളം അവരുടെ സമരം ഇരുന്നിട്ടും പിണറായി വിജയൻ ഒരു ചർച്ച നടത്താൻ പോലും ആ സർക്കാർ തയ്യാറായിരുന്നില്ല. പക്ഷേ UDF സർക്കാർ അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾക്കകം അവർക്ക് വേതന വർധനവ് അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ്. സൗജന്യ യാത്ര, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുത്തു. അല്പമെങ്കിലും ഒരു ആശ്വാസമുള്ളത് ഗൺമാനും അംഗരക്ഷകനും ചേർന്ന് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ കോടതി അവർക്ക് ജാമ്യം അനുവദിച്ചു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അതിനും ആശ്വസിക്കാൻ വകയായിട്ടില്ല. സർക്കാർ അപ്പീലുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് പിണറായി വിജയന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് ഭവിച്ചിട്ടുള്ളത്. കാരണം അതിനുശേഷമാണ് അവരൊരു വാശിയോടുകൂടി ഈ വീണയ്ക്കെതിരെയുള്ള നടപടികളൊക്കെ വളരെ ശക്തമാക്കിയത്. 12-ാം തീയതി വീണയോട് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പിണറായി വിജയനെ വല്ലാതെ അലട്ടുന്ന വിഷയങ്ങളാണ്. അത് മാത്രമല്ല, പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ നിന്ന് പോലും പിണറായി വിജയന് ശക്തമായിട്ടുള്ള എതിർപ്പ് വരുന്നുണ്ട്. പിണറായി വിജയന് മാത്രമല്ല, MV ഗോവിന്ദനും ഇത്തരത്തിലുള്ള എതിർപ്പ് വരുന്നുണ്ട്. ഗോവിന്ദനാണെങ്കിൽ പിണറായി വിജയൻ്റെ ഒരു കയ്യാളായി പ്രവർത്തിക്കുന്നയാളാണ്. മാത്രമല്ല, പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി മത്സരിച്ച 3 വിമതരും പി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും G സുധാകരനും ജയിച്ചു. അവരിപ്പോൾ നിയമസഭയിലുണ്ട്. പിണറായി വിജയനാണെങ്കിൽ ആകെ 33 പേർ മാത്രമാണുള്ളത്. G സുധാകരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നനഞ്ഞ കോഴിയെ പോലെ ഇരിക്കുകയാണ്. ഇതൊക്കെ നടക്കുമ്പോഴും അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിൻ്റെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അദ്ദേഹം മകളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു അച്ഛനാണ് പിണറായി വിജയൻ എന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നത്. ആ മകൾക്കാണ് വെള്ളിയാഴ്ച ഹാജരാകാനായി ED നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതിനുശേഷം എന്താണ് നടപടി ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഇപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അത് വാസ്തവമായിരിക്കാനേ സാധ്യതയുള്ളൂ. കാരണം മകളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അച്ഛൻ അധികാരം കയ്യിലുണ്ടായിരുന്നപ്പോൾ ചെയ്യാവുന്ന അഴിമതികളും ചെയ്യാവുന്ന കൊള്ളരുതായ്മകളും ഒക്കെ കാണിച്ചു കൂട്ടി. അധികാരത്തിൻ്റെ ഒരു ശക്തി കൊണ്ട് നിയമത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നിയമത്തെയൊക്കെ അകറ്റി നിർത്തി. പക്ഷേ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ പിണറായി വിജയൻ ഇപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഇനി വരുന്നത് എന്താണ്, സംഭവിക്കുന്നത് എന്താണ് എന്നൊക്കെയാണ് അദ്ദേഹത്തെ അലട്ടുന്ന ഒരു പ്രശ്നം. സ്വാഭാവികമായിട്ടും പിണറായി വിജയനല്ല, ആരായാലും എത്രയൊക്കെ ഇരട്ടച്ചങ്കനെന്ന് പറഞ്ഞാലും പിണറായി വിജയൻ ഒരു ഓട്ടച്ചങ്കനാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എത്രയൊക്കെ ഇരട്ടച്ചങ്കനാണെന്ന് പറഞ്ഞാലും എത്രയൊക്കെ പേർ കൂടെയുണ്ടെന്ന് പറഞ്ഞാലും ഒരു അച്ഛൻ്റെ വേദന, മകൾ ജയിലിലേക്ക് പോവുകയാണോ എന്നുള്ള ഒരു വേദന എന്തായാലും അദ്ദേഹത്തിനുണ്ടാവും. എന്ന് മാത്രമല്ല, ഇപ്പോൾ തീർച്ചയായും പിണറായി വിജയൻ ചില കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെ സമാനമായ സാഹചര്യത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെ തള്ളിപ്പറഞ്ഞ പിണറായി വിജയനെയാണ്. കോടിയേരിയുടെ മുഖം പിണറായി വിജയൻ ഇപ്പോൾ ഓർക്കുന്നുണ്ടാകും. എന്ന് മാത്രമല്ല, സ്വപ്ന സുരേഷിനെ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയാക്കിയ ആളാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിനോടൊപ്പം നിന്ന M ശിവശങ്കറിനെ ജയിലിലടച്ചയാളാണ്. അപ്പോൾ ഇത്തരം പ്രവൃത്തികളുടെയൊക്കെ തിരിച്ചടി അത് പിണറായി വിജയനെ ഇപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താകും? വെള്ളിയാഴ്ച വീണ EDയുടെ മുന്നിൽ ഹാജരായി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ തുടർ നടപടി എന്താണ്? സ്വത്തുക്കൾ കണ്ടുകെട്ടുമോ? അറസ്റ്റിലേക്ക് നീളുമോ? അത് കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ഭാവി എന്താകും? അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്താകും എന്നൊക്കെയുള്ള കാര്യം കാണാൻ ഇനി നമ്മൾ ദിവസങ്ങൾ കൂടി കാത്തിരിക്കണം.